السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഏറ്റവും ബഹുമാനമുള്ള മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അധ്യക്ഷരെ, ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ഈ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ വിജ്ഞാനം എന്ന ഔന്നത്യത്തിൽ നിന്ന് നമുക്കൊക്കെ നൽകട്ടെ. അല്ലാഹു നമുക്ക് അക്ഷരം മുതൽ പഠിപ്പിക്കാൻ കാരണക്കാരാക്കിയ നമ്മുടെ ഗുരുവര്യന്മാർ അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു അവൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ മാതാപിതാക്കൾ, ഉസ്താദുമാർ അവരുടെയൊക്കെ ഖബറിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. ഈ സത്യസാക്ഷ്യം ഈ ഭൂമിയിൽ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഈ ഭൂമിയിൽ ആരൊക്കെ വേദി സംഘടിപ്പിക്കുകയും ആരൊക്കെ അസൗകര്യങ്ങളുടെയും ആ കാലഘട്ടങ്ങളിൽ ആരൊക്കെ കർമ്മരഥ്യ ഈ നന്മയുടെ പ്രയാണത്തിന് വേണ്ടി സമർപ്പിച്ചോ അവർക്കൊക്കെയും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹു അവരും നമ്മും തമ്മിലുള്ള സഹോദര്യ ബന്ധം അല്ലാഹു ഈ ലോകത്തും പിന്നീട് പരലോകത്തും നിലനിർത്തട്ടെ. അല്ലാഹു നാളെ നമ്മുടെ വിജയത്തിനു കാരണമായ ഒരു പ്രവർത്തനമായി ഈ പ്രവർത്തനത്തെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇസ്ലാം എന്തുകൊണ്ട് സമർപ്പിക്കപ്പെടുന്നു? ഇസ്ലാം എന്തുകൊണ്ട് ആ മഹിതമായ സന്ദേശത്തേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു? ഇസ്ലാം എന്തുകൊണ്ട് പ്രസക്തമായിത്തീരുന്നു? ഇസ്ലാം എന്തുകൊണ്ട് ഈ വർത്തമാന കാലഘട്ടത്തിലും ഈ പരിഷ്കൃതത്തിൻ്റെ സമൂഹത്തിലും മനുഷ്യരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്നിത്യാദിയുള്ള ചർച്ചകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. തുടക്കത്തിലേ പറയട്ടെ, ഇത് വളരെ സ്വദ്ദേശ്യപരമാണ്. ഇതിൽ ഒരുപാട് ആളുകളെ, ഒരുപാട് മതവിഭാഗങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം പോലെയുള്ള പ്രത്യയശാസ്ത്രങ്ങളെയുമൊക്കെ ചർച്ച ചെയ്യുക സ്വാഭാവികമാണ്. അത് കേവലമുള്ള ഒരു വൈരത്തിൻ്റെ പേരിലോ കേവലമുള്ള ഒരു പൊളിറ്റിക്സ് എന്ന പേരിലോ അല്ല എന്നാണ് വളരെ വിനയത്തോടെ തുടക്കത്തിലെ എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ വിശാലമായ രീതിയിലും അതിൻ്റെ കാഴ്ചപ്പാടിലും നിങ്ങളത് കാണുകയും അതിനെ സമീപിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് അറിയിക്കാനുള്ളത്.
ഇസ്ലാം 120 കോടിയിലേറെ വരുന്ന മനുഷ്യർ ഉൾക്കൊള്ളുന്ന ഒരു മതമാണ്. ആധുനിക ലോകത്ത് 50-ലേറെ രാഷ്ട്രങ്ങളും ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ അംഗീകരിച്ചിട്ടുണ്ട്. നിലവിലുമുള്ള കാനേഷുമാരി അനുസരിച്ച് 120 കോടിയിലേറെ മനുഷ്യർ ജീവിതത്തിൻ്റെ മാർഗമായി ആധുനിക ലോകത്തും ഇസ്ലാമിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അതേക്കുറിച്ചുള്ള അതിൻ്റെ ആ മഹത്തായ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ജനസംഖ്യയുടെ കണക്ക്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ഈ ഭൂമിയിൽ അനവധി മതങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും നാം കാണും. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതോ അതൊരു വംശവുമായി ബന്ധപ്പെട്ടതോ അതൊരു പ്രദേശവുമായി ബന്ധപ്പെട്ടതോ അല്ല, അങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രമല്ല എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നാം പരിചയപ്പെടുന്ന എല്ലാ മതങ്ങളും ഒന്നിരിക്കൽ ഒരു വ്യക്തിയുമായോ അല്ലെങ്കിൽ ഒരു വംശവുമായോ അല്ലെങ്കിൽ അത് ഒരു പ്രദേശവുമായോ ബന്ധപ്പെട്ടത്. അൻ എക്സാമ്പിൾ ക്രിസ്തുമതം. ക്രിസ്തുമതം ക്രിസ്തു എന്ന മനുഷ്യനുമായി ബന്ധപ്പെടുത്തിയത്. ഇന്നത് നിലനിൽക്കുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ അടിസ്ഥാന മിത്തിനെ കുറിച്ചല്ല. ക്രിസ്തു എന്ന ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ക്രിസ്തുമതം. ദൈവം തന്നെ മനുഷ്യവേഷം സ്വീകരിച്ച് അല്ലെങ്കിൽ ദൈവം തന്നെ ദൈവപുത്രനായി, ദൈവവും ദൈവപുത്രനും ഒന്നു തന്നെ എന്നൊക്കെ ബൈബിളിൽ കാണാം. ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരെ സ്വർഗത്തിലേക്ക് രക്ഷിച്ചു കൊണ്ടുപോകാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ് ക്രിസ്തുമതം എന്ന് അതിൻ്റെ അനുയായികൾ ഇന്ന് ഉദ്ഘോഷിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുമായി അത് ബന്ധപ്പെട്ടതാണ്. ബുദ്ധമതം, ഗൗതമ ബുദ്ധൻ, സിദ്ധാർത്ഥ രാജകുമാരൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധമതം. അതിൻ്റെയും അടിസ്ഥാന മിത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാന മിത്ത് എന്തായിരിക്കും എന്ന് പോലും അറിയപ്പെടാത്ത രൂപത്തിൽ അതിലൊക്കെ പുകമറകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വർത്തമാന കാലഘട്ടത്തിലെ സമൂഹത്തിനേറ്റ ഒരു വലിയ ദുര്യോഗമായി ഞാൻ മനസ്സിലാക്കുന്നു. യഹൂദമതം സത്യത്തിൽ യഹൂദ വംശത്തിന്റെ മധ്യേഷ്യയിൽ ഏകദേശം BC 2000 ശേഷം കടന്നു വന്ന ലക്ഷക്കണക്കായ മനുഷ്യരുടെ സംസ്കൃതിയുടെ ഭാഗവും അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി അവർ ദൈവപുത്രനായി ദൈവമായി അവരോധിച്ചിട്ടുള്ള ദൈവികമായ കഴിവുകൾ നൽകിയിട്ടുള്ള മോശയുടെ മതമാണ്, അഥവാ യഹൂദ വംശത്തിന്റെ മതമായിട്ടാണ് ജൂദായിസം കണക്കാക്കപ്പെടുന്നത്. അഥവാ അതൊരു വംശത്തിന്റെ മതമാണ്. ഹിന്ദുമതം എന്ന് പറയുന്നത് സത്യത്തിൽ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ അത് ഹിന്ദുസ്ഥാനിൽ പ്രചരിച്ച മതമായതുകൊണ്ട് അതിന് ഹിന്ദുമതം എന്ന് പറയുന്നു എന്ന്. അപ്പോൾ അത് ഒരു പ്രദേശത്തിന്റെ മതമാണ്. ഇപ്പോൾ തന്നെ ഹൈന്ദവ വർഗീയവാദികൾ മുഴക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഭാരത മാതാവ് എന്നാണ്, നിങ്ങൾക്കറിയാം. അതൊക്കെ ആ മതവുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. അപ്പൊ ഈ ലോകത്ത് നമ്മൾ പരിചയപ്പെടുന്ന മതങ്ങൾ ഒന്നിരിക്കൽ വ്യക്തിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വംശവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പ്രദേശവുമായി ബന്ധപ്പെട്ടതോ ആണ്. എന്നാൽ ഇതിൽ നിന്ന് മുഴുവനും വ്യത്യസ്തമാണ് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം. ഇസ്ലാം എന്ന വാക്കു തന്നെ സലാമത്ത് എന്ന വാക്കിൽ നിന്ന് നിഷ്പന്ദമാണ്. രക്ഷ, സമാധാനം, സമ്മതം, സമർപ്പണം, അന്യൂനം എന്നൊക്കെയാണ് സലാമത്ത് എന്ന വാക്കിന്റെ അർത്ഥം. ഈ അർത്ഥങ്ങളിലെല്ലാം വിശുദ്ധ ഖുർആനിൽ ഇസ്ലാം എന്ന വാക്കിനെ, സലാമത്ത് എന്ന വാക്കിനെ പ്രയോഗിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. അഥവാ അതൊരു വ്യക്തിയുടേതല്ല,
അത് ഒരു വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്നില്ല. അതൊരു ഗോത്രത്തെയോ ഒരു വംശത്തെയോ ഒരു പ്രദേശത്തെയോ അല്ല. പകരം മഹിതമായ ഒരു ആവിഷ്കാരവും ഒരാശയവുമാണ് അത് സമൂഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. സലാമത്ത് എന്ന വാക്കിൽ നിന്നാണ് അത് നിഷ്പന്നമായിട്ടുള്ളത്. സമാധാനത്തിന് അവർ തയ്യാറായാൽ നിങ്ങളും തയ്യാറാവുക. സിൽമ് എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്. സമാധാനം എന്ന അർത്ഥം, സമർപ്പണം എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സമാധാനം എന്ന അർത്ഥത്തിൽ അനവധി സ്ഥലങ്ങളിൽ സലാമത്ത് എന്ന വാക്കിനെ പ്രയോഗിച്ചതായി കാണാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് അവന്റെ ധനവും മക്കളും ഉപകരിക്കാത്ത നാളിൽ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സമാധാനത്തിന്റെ മനസ്സോടുകൂടി ആരാണ് അള്ളാഹുവെ സമീപിച്ചത് അയാൾ രക്ഷപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ സലീം എന്ന വാക്കാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. കീഴടങ്ങൽ എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവികമായ സന്ദേശങ്ങൾക്ക്, ദൈവികമായ കൽപ്പനകൾക്ക് കീഴടങ്ങലാണ് ഇസ്ലാമാണ്. കീഴടങ്ങൽ എന്ന അർത്ഥത്തിൽ ഇസ്ലാം സലാമത്ത് എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മലക്കും ലാ തനാസറൂൻ ബൽ ഹുമുൽ ഖൗം ബൽ ഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ. പരലോകത്തെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ കാണാം മുസ്തസ്ലിമൂൻ. അവർ അല്ലാഹുവിന് ഇപ്പോൾ കീഴൊതുങ്ങിയവരാണ്. ഒരു കാലത്ത് ഞങ്ങൾ കീഴൊതുങ്ങുകയില്ല എന്നവർ വാദിച്ചവരാണെങ്കിലും ഇപ്പോൾ അവർ ദൈവികമായ സന്ദേശങ്ങൾക്ക്, ദൈവികമായ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. സൂറത്ത് സാഫാത്തിന്റെ 25, 26 വചനങ്ങളിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്. സമർപ്പണം എന്ന അർത്ഥത്തിലും പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞത് ദൈവികമായ കൽപ്പനകൾക്കുള്ള കീഴൊതുങ്ങൽ എന്ന അർത്ഥത്തിലും ഇസ്ലാം എന്ന് പറയാവുന്നതാണ്. സമർപ്പണം എന്ന അർത്ഥത്തിൽ പറയാം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ വനാദൈനാഹു അൻ യാ ഇബ്രാഹിം ഖദ് സ്വദ്ദഖത الرؤيا ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ളത് സമർപ്പണത്തിനാണ്. പിതാവും പുത്രനും തന്നാൽ സമർപ്പിക്കാൻ തയ്യാറായ രംഗം എന്ന് പറയുന്നു. ഫലമ്മാ അസ്ലമ എന്നാണ് സൂറത്തു സാഫാത്തിന്റെ സൂറത്തു സാഫാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയുന്നു. രക്ഷ എന്ന അർത്ഥത്തിലുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്നാൽ അയാളുടെ കയ്യിനെ തൊട്ടും അയാളുടെ അവയവങ്ങളെ തൊട്ടും നാവിനെ തൊട്ടും മറ്റുള്ളവർക്ക് രക്ഷ ലഭിക്കുമ്പോഴാണ് അയാൾ ഒരു യഥാർത്ഥ മുസ്ലിമായി തീരുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും രക്ഷ നൽകുന്ന മതം, ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് സമ്പൂർണമായ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന പ്രത്യയശാസ്ത്രം എന്നൊക്കെ അതിന് അർത്ഥം പറയാവുന്നതാണ്. ഇനിയും പല പ്രയോഗങ്ങളിലും സലാമത്തി എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്. ന്യൂനതയില്ലാത്തത്. മുസനബിയുടെ കാലഘട്ടത്തിൽ അറുക്കാൻ ഉദ്ദേശിക്കുന്ന പശുവെ കുറിച്ച് പറഞ്ഞെടുത്ത് മുസല്ലമത്തൻ ലാശിയത ഫീഹാ എന്ന്, മുസല്ലമ ന്യൂനതയില്ലാത്ത പശു എന്ന് പറയുന്നു. അപ്പൊ അന്യൂനമായത്. സലാമത്തി എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങളിൽ മുഴുവനും ഇസ്ലാം എന്ന് പറയാവുന്നതാണ്. അതൊരു പ്രദേശത്തിൻ്റെതല്ല, അതൊരു വ്യക്തിയുടേതല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മഹിതമായ സന്ദേശമാണ് എന്ന് ഇതിൽ നിന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം എന്നാൽ സൃഷ്ടിയെയും സൃഷ്ടാവിനെയും ബന്ധിപ്പിക്കുന്ന അള്ളാഹുവിന്റെ സന്ദേശമാണ്. സൃഷ്ടിക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ എങ്ങനെ സൃഷ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് അള്ളാഹു സൃഷ്ടിക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ള സന്ദേശമാണ്. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യർക്ക് അവന്റെ സൃഷ്ടിയായ
ഈ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നു. ആ നിലയിൽ ദൈവികമായ സന്ദേശവും. അപ്പോൾ അതിന് ദൈവികമായ സന്ദേശങ്ങൾക്ക് മനുഷ്യൻ കീഴടങ്ങുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇനി മനുഷ്യർ തമ്മിൽ അവരവരുടെ കാര്യങ്ങളിൽ ഒരാൾ സമ്പൂർണനായ ഒരു മുസ്ലിമായാൽ അയാളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ല. ഈ ഭൂമിയിൽ ആർക്കും ആരെക്കൊണ്ടും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത ഏറ്റവും മഹിതമായ മനുഷ്യനെ പ്രകാശപിണ്ഡങ്ങളാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമുജ്വലമായ ഒരു കാര്യമാണ് എന്ന അർത്ഥത്തിലും ഇസ്ലാം എന്ന് പറയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ മുഴുവനും ഈ പറയുന്ന വാക്കുകളിൽ മുഴുവനും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതു തന്നെ ഇതെല്ലാം ഇസ്ലാമിൽ അർത്ഥമാക്കപ്പെടുന്ന കാര്യമാണ് എന്നതിനുള്ള ഉദ്ദേശ്യമായിരിക്കാം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിക്കുക. ഇസ്ലാം എന്നാൽ അള്ളാഹുവിന് കീഴൊതുങ്ങല. ഇസ്ലാം എന്നാൽ സത്യത്തിൽ പ്രപഞ്ചത്തിന്റെ തന്നെ മതമാണ്. ഈ പ്രപഞ്ചത്തിന്റെ മതമാണ്. കാരണം ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിന് കീഴൊതുങ്ങുകയാണ്. ഈ ഭൂമിയിൽ എല്ലാവരും മുസ്ലിമാണ്. മുസ്ലിം അല്ലാത്ത ഒരു ജന്തുവും ഈ ഒരു വസ്തുവും സചേതന അചേതന വസ്തുക്കളും ഈ ഭൂമിയിൽ വേറെ കാണുക സാധ്യത. എല്ലാവരും മുസ്ലിമാണ്. എല്ലാവരും വളരെ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറയുന്ന അർത്ഥങ്ങളും രീതികളും തന്നെ അതാത് സ്ഥലങ്ങളിൽ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാങ്കേതിക പദപ്രയോഗമല്ല ഞാൻ പറയുന്നത്. പകരം അള്ളാഹുവിന് കീഴടങ്ങുക എന്ന അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും അള്ളാഹുവിന് കീഴടങ്ങുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാൻ 83-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയും, فغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആല ഇംറാന്റെ 83-ാമത്തെ വചനത്തിൽ പറയും, فغير دين الله يبغون അള്ളാഹുവിന്റെ മതമല്ലാത്തതിനെയാണോ നിങ്ങൾ കാക്ഷിക്കുന്നത്? വലഹു അസ്ലമ, അള്ളാഹുവിലേക്ക് മുസ്ലിമായിരിക്കുന്നു. മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും. വളരെ വ്യക്തമായി തന്നെ അള്ളാഹു പറയുകയാണ്, ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിലൊന്നും അള്ളാഹുവിന് കീഴടങ്ങാത്ത ഒന്നുമില്ല. അപ്പോൾ ആത്യന്തികമായി മുസ്ലിം അല്ലാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് ഒന്നും ഇല്ല തന്നെ. എല്ലാം മുസ്ലിംകളാണ്. മുസ്ലിം അല്ലാത്ത ഒന്നും ഇല്ല തന്നെ. ഈ പ്രപഞ്ചത്തിലേലും ഏത് പരമാണു മുതൽ ക്ഷീരപദത്തിലെ അനർഘമായ ഗോളങ്ങൾ വരെ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവയാണ്. അവ ഒക്കെ ഒരു തരം ഐച്ഛികതയല്ലാത്ത, ഒരു തരം അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ശൈലിയായ ഒരു ഇസ്ലാമിയത്ത് അവയിൽ എല്ലാവയിലും ഉണ്ട്. നിഷേധിക്കാൻ സാധ്യമല്ല. ആകാശലോകങ്ങളിലുള്ളതെല്ലാം ആകാശം മുസ്ലിമാണ്. സൂറത്തുൽ ഇൻഷിഖാഖിൽ അല്ലാഹു പറയുന്നുണ്ട്, ആകാശം പൊട്ടിപ്പിളർന്നു പോയാൽ, അത് അതിന്റെ റബ്ബിന് വഴിപ്പെട്ടു പോയാൽ, വഴിപ്പെടുക എന്നത് അതിന് ബാധ്യതയാണ്. അപ്പോൾ ആകാശം മുസ്ലിമാണ്. ഈ ഭൂമിയെ നീട്ടപ്പെട്ടാൽ എന്ന് പറയുന്നുണ്ട്. ഈ ഭൂമിയെ അടിച്ചുടച്ച് അല്ലാഹു ധൂളിയാക്കുകയും പിന്നെ നീട്ടുകയും ചെയ്യും, നീട്ടിപ്പരത്തും. അതിന്റെ ഉള്ളിലുള്ളത് മുഴുവനും അത് ഛർദ്ദിച്ചു കളഞ്ഞാൽ ഈ ഭൂമിയിലെ ഉള്ളിലടങ്ങിയിട്ടുള്ള എല്ലാ ഖനിജങ്ങളെയും അത് പുറത്താക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു, അത് റബ്ബിന് വഴിപ്പെടുകയാണ്. വഴിപ്പെടുക എന്നത് അതിന് ബാധ്യതയാണ്, എല്ലാത്തിനും ബാധ്യത. കാണുന്ന ഭൂമിയിലെ വിശാലമായ 4 ഭാഗങ്ങളെയും കൈയടക്കി വച്ചിട്ടുള്ള സമുദ്രം, ഈ സമുദ്രം മുസ്ലിമാകുന്നു. മാമിൻ ലൈലത്തിൻ
യുശ്രിഫു ഫീഹാ അൽ ബഹ്റു റബ്ബഹു. എല്ലാ രാത്രിയിലും അല്ലാഹുവോട്, അല്ലാഹുവേ ഞാൻ അയ്യൻതളിഹ അലാ ഉസ്വാതി ബനി ആദം, മനുഷ്യരെ ഞാൻ നശിപ്പിക്കട്ടെയോ എന്ന് എല്ലാ രാത്രിയിലും ഈ സമുദ്രം അല്ലാഹുവോട് ചോദിക്കുന്നുവെന്ന് മുഹമ്മദ് നബി. ഫയഖുഫുല്ലാഹു ബിമന്നിഹി വകറമിഹി, അടങ്ങിയിരിക്കെ എന്നല്ലാഹു ഈ സമുദ്രത്തോട് പറയുകയും ചെയ്യും. സമുദ്രം അടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ സമുദ്രം മുസ്ലിമാകുന്നു. ഇക്കാണുന്ന വിശാലമായ ഈ ഭൂമിയിലെ വിശാലമായ കാണുന്ന പർവ്വതങ്ങൾ മുഴുവൻ മുസ്ലിമാകുന്നു. എന്തുകൊണ്ട്? വജ്ജിബാല അർസാഹ, ഈ ഭൂമിയിൽ ആണിയായി, ഈ ഭൂമിയുടെ ജനവാസയോഗ്യമായി അതിനെ സംവിധാനിച്ചിരിക്കുന്നു. അതങ്ങനെ നിലകൊള്ളണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് മുസ്ലിമല്ലാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഇത് പ്രപഞ്ചത്തിന്റെ മതമാണ്. ഇത് ക്രിസ്തുവിലേക്ക് ചേർത്ത മതം അല്ല. ഇത് യഹൂദ വംശത്തിലേക്ക് ചേർത്ത മതമല്ല. ഇത് ഹിന്ദുസ്ഥാനിലേക്ക് ചേർത്ത മതമല്ല. ഇത് അറേബ്യയുടെ മതവുമല്ല. അതുകൊണ്ടാണ് ലാ ഫളല ലിൽ അറബി അലൽ അജമി ഇല്ലാ ബിത്തഖ്വ മുഹമ്മദ് നബി. അറേബ്യന് അനറബിയേക്കാൾ ഒരു പ്രാധാന്യവുമില്ല. കാരണം ഇത് അനറബ്യന്റെ മതമല്ല, ഇത് മനുഷ്യരുടെ മതമാണ്, പ്രപഞ്ചത്തിന്റെ സംവിധാനമാകുന്നു. അലം തറ അന്നല്ലാഹ്, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഖാലു തഖറല്ലാഹു വലദൻ സുബ്ഹാനഹു, വഖാലു തഖറല്ലാഹു വലദൻ സുബ്ഹാനഹു ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർള് കുല്ലുൻ ലഹു ഖാനിതൂൻ. അല്ലാഹു പറയും. വഖാലു അൽ ബഖറ 16-ാമത്തെ വചനം, 116-ാമത്തെ വചനം. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞത് എത്രയും വലിയ അപരാധമാണ്. അള്ളാഹു പറയും, ഒരാൾക്ക് മക്കൾ എന്ന് പറയുന്നത് അയാളെ ക്ഷീണത്തിൽ അയാളോട് സഹകരിക്കാനാണ്. അള്ളാഹുവിന് ക്ഷീണമില്ല, ആരും സഹകരിക്കേണ്ടതുമില്ല. ഈ ലോകം മുഴുവനും ഈ മുഴുവനും അവന് കീഴൊടുങ്ങുന്നതാ എല്ലാം. ഖാനിത്ത് എന്ന വാക്കിനർത്ഥം ഭക്തിയുള്ളവർ എന്നാണ്. ഖുനൂത്ത് വൽ ഖാനിതി. മറിയമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതേ പ്രയോഗമാണ് മൊത്തം വസ്തുക്കളെ കുറിച്ച് പറഞ്ഞത്. ومريم بنت عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഖാനിത്തി എന്ന വാക്ക് അവർ ഭക്തിയുള്ളവളായിരുന്നു. ഭക്തിയുള്ളവർ എന്ന വാക്ക് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം. അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയുടെ 116-ാമത്തെ. അലം തറ അന്നല്ലാഹ് യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ്. ശ്രദ്ധിക്കണം, നല്ലോണം മനസ്സിലാക്കണം. അലം തറ അന്നല്ലാഹ് യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. അലം തറ, നീ കാണുന്നില്ലേ? അന്നല്ലാഹ്, അല്ലാഹു തആല യസ്ജുദു ലഹു, അവന് സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവയെല്ലാം, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളതെല്ലാം. വശംസു, സൂര്യൻ നമസ്കാരം ചെയ്ത് സൂര്യനെ അങ്ങോട്ട് നമിക്കുകയല്ല വേണ്ടത്, സൂര്യൻ അള്ളാഹുവിനെ നമിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യനും വൽ ഖമറു, ചന്ദ്രനും വന്നുജൂമു, അനന്താനന്ദ കോടിയായ നക്ഷത്രപഥങ്ങളും വൽ ജിബാലു, പർവ്വതങ്ങളും വശജറു, വൃക്ഷങ്ങളും വദ്ദവാബു, മൃഗങ്ങളും യസ്ജുദു ലഹു, യസ്ജുദു സജദ, സജദ. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണല്ലോ ഏത്? സുജൂദ്. അത് ചെയ്യുന്നുണ്ട് ആര്? ഈ ലോകം മുഴുവൻ. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാത്ത ഒരു വസ്തുവുമില്ല.
അപ്പൊ ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും ഇസ്ലാമാണ്. ഇത് അടിസ്ഥാനപരമായ ഒരു സത്യമാണ്. ഇത് കേവലമുള്ള ഒരു താല്പര്യത്തിന് വേണ്ടി പറയുന്നതല്ല. ഇത് എന്റെ മനം ഇസ്ലാം ആയതുകൊണ്ട് ഞാൻ പറയുകയല്ല. ഇത് അടിസ്ഥാനപരമായ സത്യമാകുന്നു. ഇതിനെതിരെ കണ്ടെത്തുക ഒരു നിലക്കും സാധ്യമല്ലാത്ത കാര്യമാകുന്നു. ഇത് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാകുന്നു. ഈ മതത്തിന്റെ അടിസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ തറവാട്ട് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും മുസ്ലിമാണ്. അതിനപ്പുറമൊന്നും ഒരു സത്യവിശ്വാസിക്ക് ചെയ്യാനില്ല എന്നതാണ് പ്രധാനം. ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിലുള്ളവ ചെയ്യുന്നതിനേക്കാളൊന്നും ചെയ്യാനില്ല. പിന്നെ അവർക്ക് അല്ലാഹു നൽകിയ തോത് കൊണ്ട് അവർ ചെയ്യുമ്പോൾ അവന് നൽകിയ തോത് കൊണ്ട് അവൻ കൂടുതൽ ചെയ്യണം. തോതിൽ മാത്രം പ്രധാനം. തോതാകട്ടെ അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. അത് അള്ളാഹുവിന്റെ ഖദറാണ്, നിശ്ചയമാണ്. അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെതല്ല. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും അങ്ങനെയാണ്. ഇല്ല, ഭൂമിയിൽ നിന്ന് 9,30,00,000 മൈലുകൾക്കകലെയാണ് സൂര്യൻ എന്ന് ആസ്ട്രോണമി പറയുന്നു. 9,30,00,000 മൈലുകൾക്കകലെ. ഒരൽപ്പം മുകളിലായിരുന്നുവെങ്കിലും ഒരൽപ്പം താഴെയായിരുന്നുവെങ്കിലും മാനുഷിക ജീവിതം ഈ ഭൂമിയിൽ ദുസ്സഹമായിരുന്നു. ദുസ്സഹം എന്നല്ല, നടക്കാത്ത കാര്യമായിരുന്നു. വളരെ നമ്മൾ ചിന്തിക്കണം. മുകളിലേക്ക് പോയിരുന്നുവെങ്കിൽ സൂര്യന്റെ താപത്താൽ ജീവജാലങ്ങൾ കരിഞ്ഞു പോയിരുന്നു. താഴേക്ക് വരികയാകട്ടെ ആണെങ്കിൽ വെള്ളത്തിന്റെ ഇന്നത്തെ ഈ സർക്കുലേഷൻ ഒരിക്കലും നടക്കുകയില്ല. അഥവാ സമുദ്രത്തിൽ നിന്ന് സൂര്യന്റെ താപമേറ്റ് നീരാവിയായി വരികയും നീരാവി ഘനീഭവിച്ച് പിന്നെ കാറ്റുകൾ അതിനെ അടിച്ചുടച്ച് വീണ്ടും ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഈ സംവിധാനം ഉണ്ടാകണമെങ്കിൽ ഇന്നത്തെ നിലവാരത്തിൽ ഒരൽപ്പം താഴ്ചയിലേക്ക് പോയാൽ ഒരിക്കലും അതിന് ഇന്നത്തെ നിലവാരം ലഭിക്കുകയില്ല. ഒരൽപ്പം മുകളിലേക്ക് പോയാലോ അതിൽ ഒരിക്കലും ജീവലോകമോ സസ്യലോകമോ നിലനിൽക്കുകയുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ പൊസിഷനിൽ ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാത്ത ഈ പൊസിഷനിൽ നിലനിർത്തുകയും ആ പൊസിഷനിൽ അത് നിലനിൽക്കുകയും ചെയ്യുന്നു എന്നത് അത് രണ്ടിനും അല്ലാഹു നൽകിയ ഇസ്ലാമിയത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ സംവിധാനിക്കുന്നു. والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا جعلنا النهار معاشا وبنينا فوقكم 7 شدادا وجعلنا سراجا وخاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. ഇതെല്ലാം അലം നജ്അൽ, ഞാൻ ചെയ്തു തന്നതല്ലേ എന്ന് അല്ലാഹു ചോദിക്കും. ഭൂമിയെ വാസയോഗ്യമാക്കിയത് ഞാൻ ചെയ്തു തന്നതാണ്. പിന്നെ സൂര്യനെ സംവിധാനിച്ചത് ഞാൻ ചെയ്തു തന്നതാണ്. നിങ്ങളെ ഇടയാക്കി സൃഷ്ടിച്ചു എന്നത് ഞാൻ ചെയ്തു തന്നതാണ്. ബീജങ്ങൾ തന്നെ രക്തത്തിന്റെ തരംമറിയലാണല്ലോ ബീജം. ഈ ബീജം തന്നെ ആണും പെണ്ണുമായി എന്നത് അള്ളാഹുവിന്റെ സംവിധാനമാണ്. ഒരു വിഭാഗത്തെ ആണാക്കുകയും മറ്റൊരു വിഭാഗത്തെ പെണ്ണാക്കുകയും ചെയ്യുന്നതിനുള്ള യാതൊരു അടിസ്ഥാനപരമായ ഛേദോ താല്പര്യവും ഒരു അടിസ്ഥാനപരമായ താല്പര്യവും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നില്ല എന്നാണ് അടിസ്ഥാനപരമായ വസ്തുത. അത് പ്രകൃതിയുടെ നിലനിൽപ്പാണെന്ന് പറയരുത്. ഈ നിലനിൽപ്പിന്റെ അടിസ്ഥാന കാര്യത്തെ കുറിച്ച് പറയണം. ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും പോയാൽ അതിന് കാരണത്തെ കുറിച്ച് പറയണം. എന്തുകൊണ്ട് എല്ലാവരും വടക്കോട്ട് പോകുന്നില്ല, എന്തുകൊണ്ട് എല്ലാവരും തെക്കോട്ട് പോകുന്നില്ല എന്നത് കാരണം പറയേണ്ടതാണ്. ഒരേ രക്തത്തിൽ നിന്നുണ്ടായ ഒരാൾ ആണായിരിക്കുന്നു, മറ്റൊരാൾ പെണ്ണായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചതാണ്. രക്തത്തെ അങ്ങനെയാക്കിയത് അള്ളാഹുവാണ്, ബീജത്തെ അങ്ങനെയാക്കിയത് അള്ളാഹുവാണ്. ഋതുമതികളെ പോലെ കെട്ടിവീർത്ത് നിൽക്കുന്ന മേഘക്കൂട്ടങ്ങളിൽ നിന്ന് മഴയുടെ ധനുസ്സുകളെ നിങ്ങൾക്ക് കോരിച്ചൊരിഞ്ഞു തന്നത് അള്ളാഹുവാണ്. അവ അള്ളാഹുവിന് ഇസ്ലാമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വെള്ളത്തിൽ ഒരു തുള്ളി വെള്ളത്തിൽ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ഉണ്ടെന്ന് പറഞ്ഞ് തീസിസ് എഴുതി ഡോക്ടറേറ്റ് വാങ്ങി കൂമ്പൻ തൊപ്പിയും വെച്ച് പോരാൻ മാത്രമേ മനുഷ്യന് കഴിയുകയുള്ളൂ. വെള്ളത്തെ സൃഷ്ടിക്കാൻ, ഉൽപ്പാദിപ്പിക്കാൻ ഒരിക്കലും മനുഷ്യർക്ക് സാധ്യമല്ല. ഈ നിലവാരം നിലച്ചു പോരാൽ അതിനെ മടക്കിക്കൊണ്ടുവരാൻ മനുഷ്യന് സാധ്യമല്ല. എല്ലാം അള്ളാഹുവിന്
സേവ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ പ്രപഞ്ചം ഇസ്ലാമാണ്. അത്രയല്ലേ അർത്ഥമുള്ളൂ. നിഷ്പക്ഷമായി ഈ സദസ്സിൽ മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കും. ഈ സദസ്സിൽ ഒരു അമുസ്ലിം സഹോദരനുണ്ടെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കും. ഇസ്ലാം എന്താ ഇതിന്റെ അർത്ഥം? ഇസ്ലാം കീഴൊടുങ്ങൽ, അല്ലാഹുവിനെ കീഴൊടുങ്ങുന്നു. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്. കീഴൊടുങ്ങുക. ഈ പ്രപഞ്ചം മുഴുവനും കീഴൊടുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു നിലക്ക് ഞാൻ തന്നെ അള്ളാഹുവിന് വിധേയനാണല്ലോ. മനുഷ്യൻ മുസ്ലിമാണ് അടിസ്ഥാനപരമായി. എന്തുകൊണ്ട്? അവൻ ജനിക്കുക എന്നത് ദൈവികമായ കീഴൊടുങ്ങലിന്റെ ഭാഗമാണ്. ഞാൻ ഇന്ന കൊല്ലം ഇത്രാം തീയതി ജനിക്കണമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. വളരെ നാം ചിന്തിക്കണം. മുസ്ലിമാണ് അവൻ, അഥവാ അത് ദൈവികമായ ഒരു നിശ്ചയത്തിന്റെ ഭാഗമാണ്. മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് പറഞ്ഞത്? അവൻ ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ഇന്ന പ്രദേശത്ത്, ഞാൻ ഇവിടെയും മൂത്തേടത്തും ജോർജ് ബുഷ് അമേരിക്കയിലും ജനിച്ചു എന്നത് ഞങ്ങൾക്ക് യാതൊരു ദഖലുമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ ഇവിടെ ജനിക്കാൻ എനിക്ക് എന്റേതായ ഒരു ബാഹ്യമില്ല. ഞാൻ മൂത്തേടത്ത് ജനിക്കണമെന്നതിനുള്ള യാതൊരു കാര്യവും എന്റെ കയ്യിലില്ല. മാത്രമല്ല, ഞാൻ അന്ന് ഇല്ലായ്മയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാധീനത്തിനോ ഒരു സ്വാതന്ത്ര്യത്തിനോ ഉള്ള ചാൻസും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്റെ ജന്മം തന്നെ സത്യത്തിൽ ഇസ്ലാമിയത്ത്, എന്റെ മരണത്തിൽ എനിക്ക് ഇസ്ലാമിയത്താണ്. അങ്ങനെയാ ഈ പ്രപഞ്ചത്തിൽ ആരാണെങ്കിലും വായുവിനെയും വെള്ളത്തെയും പോലെ ഭൂമിയുടെ പൊതുസമ്പത്തായിരുന്നു EMS നമ്പൂതിരിപ്പാട് എന്നാണ് ഇവിടുത്തെ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒരു വേള കമ്മ്യൂണിസ്റ്റുകളും പറഞ്ഞത്. ശരി, ആവട്ടെ, എനിക്ക് അവണ്ടെന്നും എനിക്ക് വാദമില്ല. സപ്പോസ് അങ്ങനെ ആവട്ടെ. കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ EMS നമ്പൂതിരിപ്പാട് അയാളൊരു വലിയ മനുഷ്യനായിരുന്നു, താത്വികാചാര്യനായിരുന്നു എന്നൊന്നുമുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അൻസിലിനാസമനാസിലഹും, മനുഷ്യർക്ക് അവരവരുടെ അളവുണ്ട് എന്ന് പറയുന്നതിൽ ഒരു മടിയില്ലാത്ത ഒരു സ്വഭാവമാണ് എന്റേത്. ഓരോരുത്തർക്കും അവരവരുടെ. ശരി, ഈ ഭൂമിയുടെ വായുവിനെയും വെള്ളത്തെയും പോലെ ഈ ഭൂമിയിലെ അനിവാര്യ ഘടകമായിരുന്നു, ഈ ഭൂമിയിലെ പൊതുസമ്പത്തായിരുന്നു EMS നമ്പൂതിരിപ്പാട്. സപ്പോസ് അങ്ങനെ വെക്കൂ. ശരി, എങ്കിൽ അയാൾക്ക് വേണ്ടിയിരുന്നത് അമരത്വമല്ലേ, മരിക്കാതിരിക്കുക? ഇത്രയും വലിയ ഒരു മനുഷ്യൻ ഈ ഭൂമിയുടെ ഭാഗമല്ലേ? മരിക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. എന്നാൽ അവിടെ ഇസ്ലാമിയത്താണ്. മരിക്കാതിരിക്കാൻ സാധ്യമല്ല. അത് പ്രകൃതിയുടെ നിയമമല്ലേ എന്ന് പറഞ്ഞു. ഈ നിയമം ഉണ്ടാക്കിയത് ആര്? അതിനൊരു ബാഴ്സ് വേണം, അതിന് അടിസ്ഥാനം വേണം, അതിനൊരു ഘടകം വേണം. അത് അങ്ങനെയാക്കി തീർത്തുന്ന ഒരു ഘടകം അനിവാര്യമാണ്. മൈക്ക ശ്രദ്ധിക്കുക, വളരെ ചിന്തിക്കണം. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കണം, വളരെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു നോക്കൂ, നിങ്ങൾ എനിക്ക് യാതൊന്നുമില്ലല്ലോ. ഇവിടെയൊക്കെ മനുഷ്യൻ വിധേയനാണ്. എന്റെ ജനനത്തിന്റെ കാര്യത്തിൽ, എന്റെ മരണത്തിന്റെ കാര്യത്തിൽ, എന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ കാര്യത്തിൽ അതില്ലാതെ എനിക്ക് നിലനിൽക്കാൻ കഴിയില്ല. ആരായി നിയമം ഉണ്ടാക്കിയത്? ചുരുക്കത്തിൽ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള് കുല്ലുൻ ലഹു ഖാനിതൂൻ. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ ഇസ്ലാമിയത്തിന്റെ ഘടനയാണ്, കീഴൊടുങ്ങലിന്റെ ഘടനയാണ്, ദൈവികമായ സമർപ്പണത്തിന്റെ ഘടനയാണ്. അങ്ങനെയാ സംവിധാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിലെല്ലാം വ്യത്യസ്തമായി ഈ പ്രപഞ്ചത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരം ഇസ്ലാമിയത്തെന്ന വിധേയത്വം നൽകി. എന്നാൽ ഇതിന് പുറമെ അല്ലാഹു മനുഷ്യന് ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. മനുഷ്യൻ അല്ലാഹുവിന്റെ ശ്രദ്ധിക്കണം. ഓക്കെ, മനുഷ്യന് രണ്ട് തരം ഇസ്ലാമിയത്തുണ്ട്. ഒരു തരം ഇസ്ലാമിയത്തിന് അവൻ വിധേയനാണ്, അഥവാ അവൻ ജനിക്കുക, അവൻ മരിക്കുക, അവൻ ശ്വസിക്കുക, അവൻ ഉച്ഛ്വസിക്കുക, അവൻ ഭക്ഷണം കഴിക്കുക. മനസ്സിലാവുന്നില്ലേ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തരം വിധേയത്വ ഇസ്ലാമിയത്തുണ്ട്. എന്നാൽ ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ അല്ലാഹു തആല രണ്ടാം തരം ഐച്ഛികമായ ഒരു ഇസ്ലാമിയത്ത് കൂടി നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ജീവജാലങ്ങൾക്കിടയിൽ വ്യത്യസ്തനാണ് മനുഷ്യൻ. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സാങ്കേതികമായ ഇസ്ലാമിയത്ത്. വളരെ ശ്രദ്ധിക്കണം. അടിസ്ഥാനപരമായി എല്ലാം ഏതു ജീവജാലങ്ങൾക്കും
ഈ വെള്ളം ഇങ്ങനെ താഴെ കുടിച്ചാൽ ഇത് താഴെ എത്തണം എന്നത് നിയമമാണ്. ഭൂമിക്ക് ഗ്രാവിറ്റി പൊസിഷൻ ഉണ്ട് എന്നാ പറയുന്നത്. ശരി, ഗ്രാവിറ്റി പൊസിഷൻ ഉണ്ടാക്കുന്ന ഒരു ഘടകമുണ്ടല്ലോ, അതെന്താ? കണ്ടുപിടിക്കുക എന്നത് വലിയ ഒരു കാര്യമെന്നല്ല, സൃഷ്ടിക്കുക എന്നതാണ് വലിയ കാര്യം. കണ്ടുപിടിക്കുക അത് വലിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമല്ല. റഹ്മത്തുള്ള മൗലവി ഇപ്പോൾ ഷർട്ട് ധരിച്ചിരിക്കുന്നു, റഹ്മത്തുള്ള മൗലവി ഇപ്പോൾ തുണി ധരിച്ചിരിക്കുന്നു. അത് അങ്ങനെ ഒരാൾ കണ്ടെത്തിയാൽ അത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാണ്, അതൊരു വലിയ കാര്യമൊന്നുമല്ല. അതെന്തുകൊണ്ടെന്ന് മനസ്സിലാക്കലാണ് പ്രധാനപ്പെട്ട കാര്യം. ആപ്പിൾ പഴം താഴേക്ക് വീണപ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റി പൊസിഷൻ കണ്ടെത്തുകയാണ് ന്യൂട്ടൺ ചെയ്തത്. എന്നാൽ ഭൂമിക്ക് ഗ്രാവിറ്റി പൊസിഷൻ ഉണ്ടാകേണ്ട ബാധ്യത എന്താണ്? അതിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം അതിലുണ്ടാക്കിയിട്ടുള്ളത്? അത് ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൂമിയുടെ ഇസ്ലാമിയത്താണ്. അള്ളാഹു അങ്ങനെയാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഏത് വസ്തുക്കളിലും അതുണ്ട്. ഒരു നിലക്ക് അത് അടിസ്ഥാനപരമായി മനുഷ്യനിലുമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹു മനുഷ്യൻ നൽകി, അതാണ് ഐച്ഛികമായ ഇസ്ലാമിയത്ത്. അതാണ് ഇന്നത്തെ സാങ്കേതികമായ ഇസ്ലാമിയത്ത് എന്ന് പറയുന്നത്. അതെന്റെ മനുഷ്യൻ നൽകാൻ കാരണം മനുഷ്യൻ ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്. മനുഷ്യന് ഗ്രാഹ്യത, ബുദ്ധി, വിവേചനാധികാരം, സർഗഭാവങ്ങൾ ഇതൊക്കെ അല്ലാഹു നൽകി ആദരിച്ചിട്ടുള്ളത് മനുഷ്യനെയാണ്. അതുകൊണ്ട് കഴിവുകൾക്കനുസരിച്ചുള്ള ചില സൗകര്യങ്ങളും ചില നിയമങ്ങളും അല്ലാഹു മനുഷ്യന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഏതു ജീവജാലങ്ങൾക്കും സ്വയമായി ചിന്തിക്കാനുള്ള കരുത്തില്ല. സ്വയമായി ചിന്തിക്കുക എന്നത് അത് മനനം ചെയ്ത് ഉള്ളതിൽ നിന്ന് ഇല്ലായ്മയെ കണ്ടെത്താനുള്ള കരുത്ത് ഒരു ജീവജാലത്തിനും കാണുന്നില്ല. ചില കഴിവുകളുണ്ട്, ആ കഴിവ് ഭക്ഷണ സംബന്ധിയാണ് അല്ലെങ്കിൽ രക്ഷാസംബന്ധിയാണ്. അത് ജീവിക്ക് മാത്രമല്ല തൊട്ടാവാടിക്ക് പോലും ഉണ്ട്. ഒരു തൊട്ടാവാടിയെ ഒരാൾ തൊട്ടുപോയാൽ അത് യൻഖബിദു ഇലാ നഫ്സിഹി, അത് തന്നിലേക്ക് ഇങ്ങോട്ട് വലിഞ്ഞു പോകും. അങ്ങനെയുണ്ട്. അത് ജീവിക്ക് മാത്രമല്ല, ചിലപ്പോൾ ചില നിർജീവികൾക്ക് പോലും ഇങ്ങനെയുള്ള കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്താ നോക്കിയിരിക്കണം ഇല്ലേ? തൊട്ടാവാടിക്ക് പോലുണ്ട്, ജീവികൾക്ക് മാത്രമല്ല. അതൊരു വലിയ കഴിവൊന്നുമല്ല. ഈ കാര്യം വിവേചനാധികാരമാണ് കഴിവ്. വിവേചനാധികാരം അല്ലാഹു നൽകിയിട്ടുള്ളത് മനുഷ്യനെയാണ്. ഒരു കഴിവ് അല്ലാഹു നൽകുമ്പോൾ ആ കഴിവിനനുസരിച്ച് ആ ജീവിയെ അല്ലാഹു തആല വിധേയനാക്കുക സ്വാഭാവികമാണ്. എല്ലാ തലത്തിലുമുള്ള ഒരു വിധേയത്വം മനുഷ്യർക്ക് നൽകി. എന്നാൽ അതിന് വ്യത്യസ്തമായ ചില പ്രധാനപ്പെട്ട പുതിയ കാര്യങ്ങൾ അല്ലാഹു മനുഷ്യൻ നൽകിയിട്ടുണ്ട്. അതാണ് മനുഷ്യന്റെ ബുദ്ധി, അതാണ് മനുഷ്യന്റെ സർഗത്വം, അതാണ് മനുഷ്യന്റെ ധിഷണ, അതാണ് മനുഷ്യന്റെ യോഗ്യത, ഈ മനുഷ്യന്റെ ദിഷണാഭാവങ്ങൾ. ഇതൊക്കെ മനുഷ്യന്റെ പ്രത്യേകമായ കഴിവുകളാണ്. വളരെ വലിയ കഴിവാണ്. ഈ കഴിവുകൾ നൽകിയപ്പോൾ ആ കഴിവ് അള്ളാഹു മനുഷ്യനെ സ്വതന്ത്രമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ചിന്തിക്കുകയും ചെയ്യാം, ചിന്തിക്കാതിരിക്കുകയും ചെയ്യാം. ഏതു കാര്യം സ്വതന്ത്രമായി മനുഷ്യന് നൽകിയിട്ടുള്ള ചില കഴിവുകളിൽ മനുഷ്യനല്ലാതെ മറ്റാരുമില്ല. വളരെ വലിയ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. മലക്കുകൾക്ക് പോലുമില്ല. മാലാഖമാർ ലാ യഅസൂനല്ലാഹ മാ അമറഹും, അള്ളാഹുവിന്റെ ഒരു കൽപ്പനക്കും അവർ എതിര് ചെയ്യുകയില്ല. അവർ വിധേയരാണ്. വിധേയർ മാത്രമാണ്. ഐച്ഛികത, സ്വാതന്ത്ര്യ സംബന്ധിയായ ഒരു കാര്യം മലക്കുകൾക്ക് പോലും ഇല്ല. എന്നാൽ ഇവിടെ മനുഷ്യർക്കുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ ഞാൻ അവന് രണ്ട് കണ്ണ് നൽകിയില്ലയോ എന്ന്. ഞാൻ അവന് ഒരു നാവ് നൽകിയില്ലയോ, രണ്ട് ചുണ്ട് നൽകിയില്ലയോ. അലം നജ്അൽ ലഹു ഐനൈൻ, അലം നജ്അൽ ലഹു ഐനൈൻ, ഞാൻ അവന് രണ്ടു കണ്ണുകൾ നൽകി. രണ്ടു കണ്ണുകൾ നൽകപ്പെടാത്ത ഒരു ജീവി ഇല്ല. എന്നാലും അലം നജ്അൽ ലഹു ഐനൈൻ لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد അലം നജ്അൽ ലഹു ഐനൈൻ അലം നജ്അൽ ലഹു, അവന് ഞാൻ രണ്ട് കണ്ണ് നൽകി. അത് സാധാരണ ജീവിയുടെ കണ്ണല്ല, മനനത്തിന്റെയും ബുദ്ധിയുടെയും ഗ്രാഹ്യതയുടെയും കണ്ണാണ്. ആ
ആ കണ്ണ് ഞാൻ അവന് നൽകി. ആ കണ്ണ് ഉപയോഗപ്പെടുത്താനും രണ്ടു മാർഗവും ഞാൻ അവന് കാണിച്ചു കൊടുത്തു. രണ്ടു മാർഗവുമുള്ള ഒരു ജീവജാലത്തെ ഈ ലോകത്തെ കാണുക സാധ്യമല്ല. രണ്ട് മാർഗം, അതായത് ചെയ്യുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയുമാവാം, വഴിപ്പെടുകയുമാകാം, വഴിപ്പെടാതിരിക്കുകയുമാകാം, വിധേയനാവാം, വിധേയനാവാതിരിക്കാം. ഇങ്ങനെയുള്ള ഒരു ശൈലി ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനുമില്ല. ഈ വസ്തു, ഈ കഴിവ് അല്ലാഹു നൽകിയിട്ടുള്ളത് മനുഷ്യനാണ്. ഒരു കഴിവ് അല്ലാഹു നൽകി. ആ ഐച്ഛികതയിൽ അല്ലാഹു തആല മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഇസ്ലാമിയത്ത് വിധേയത്വമാണെങ്കിൽ രണ്ടാമത്തെ ഇസ്ലാമിയത്ത് അഥവാ സാങ്കേതിക ഇസ്ലാമിയത്ത് ഐച്ഛികതയാണ്, സ്വാതന്ത്ര്യ സംബന്ധിയാണ്. ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാം, വളരെ നിങ്ങൾ ചിന്തിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടന ഇസ്ലാമിയത്താണ്, പക്ഷെ അത് വിധേയത്വമാണ്. അതിൽ നിന്ന് മാറുക സാധ്യമല്ല. അങ്ങനെ ഒരു കഴിവ് മനുഷ്യനും നൽകിയിട്ടുണ്ട്, വിധേയത്വത്തിന്റെ ഇസ്ലാമിയത്ത്. രണ്ടാമത്തെ ഇസ്ലാമിയത്താണ് സ്വാതന്ത്ര്യത്തിന്റെ ഇസ്ലാമിയത്ത്. അത് സ്വീകരിക്കുകയും ആവാം, സ്വീകരിക്കാതിരിക്കുകയുമാവാം. അതിനാണ് ഞാൻ അവന് രണ്ടു മാർഗങ്ങൾ കാണിച്ചു എന്ന് പറയുന്നത്. അതാണ് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ അലൈനാഹു السبيل ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒരിക്കൽ നന്ദിയുള്ള മാർഗം, ഇന്നാ അലൈനാഹു السبيل, ഞാൻ മാർഗം നൽകി. ഇമ്മാ ശാകിറൻ, ഒരിക്കൽ ആ മാർഗത്തിൽ അവൻ ചേരുന്ന മാർഗം, അങ്ങനെ ആ മാർഗത്തിൽ അവൻ ചേരാം. ഞാൻ നൽകിയ കഴിവ് ഞാൻ പറയുന്നതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തി ഞാൻ നൽകിയ കഴിവിനോട് അവൻ നന്ദി കാണിക്കാം. വ ഇമ്മാ കഫൂറാ, അല്ലെങ്കിൽ നന്ദി കേട് കാണിക്കാം. ഈ ഒരു ഐച്ഛികത, ഈ ഒരു സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയതായി പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു ജീവി മനുഷ്യനാണ്. മറ്റു ജീവികൾക്കൊന്നും അല്ലാഹു ഇങ്ങനെ ഒരു കഴിവ് നൽകിയിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു വിഷയം വന്നു, അല്ലാഹു മനുഷ്യന് ഐച്ഛികതയുടെ കഴിവ് നൽകി. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ആ കഴിവുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അല്ലാഹു മാർഗദർശനം നൽകി. ആ മാർഗദർശനമാണ് അല്ലാഹുവിന്റെ നിയമങ്ങളാവുന്ന ഇസ്ലാമിയത്ത് എന്ന് പറയുന്നത്. വളരെ ചിന്തിക്കണം. നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, അഥവാ ഐച്ഛികത, സ്വാതന്ത്ര്യം, മനുഷ്യന്റെ സർഗ കഴിവുകൾ മനുഷ്യൻ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെ, ഈ കഴിവൊക്കെ പ്രധാനമായി കഴിഞ്ഞിട്ട് ആ കഴിവ് മനുഷ്യൻ സ്വാതന്ത്ര്യം കൊടുത്തു. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം എന്ന സ്വാതന്ത്ര്യം കൊടുത്തു. ആ കഴിവുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് അല്ലാഹു മനുഷ്യനെ അറിയിച്ചിട്ടുള്ള വഴിക്കാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അതാണ് മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുള്ള വിധേയത്വത്തിന്റെ പുറത്ത് മനുഷ്യന് ഐച്ഛികമായി അല്ലാഹു ഏർപ്പെടുത്തിയ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ആവശ്യക്കാർക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ പോകാം, ഇങ്ങനെ പറയുന്ന ഈ മാർഗം. അപ്പോൾ അല്ലാഹുവിന്റെ നിയമം മനുഷ്യരിൽ എത്തണം. എന്നിട്ട് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. സ്വീകരിച്ചാൽ സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടെന്നാൽ അവൻ ഈ പ്രപഞ്ചത്തിൽ ചിന്തിക്കണം. ഈ പ്രപഞ്ചം സ്വീകരിക്കപ്പെടാത്തതല്ലാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിൽ അവൻ കാണുന്നില്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ഒരു കാര്യവും അവൻ കാണുന്നില്ല. അപ്പോൾ ഈ സർഗ കഴിവുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അവൻ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ അവൻ സ്വീകരിക്കുകയാണ് വേണ്ടത്. ആ നിയമങ്ങൾ അവനിൽ എത്തിയാൽ സ്വീകരിക്കണം. പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട്. അള്ളാഹു സ്രഷ്ടാവാണ്, മനുഷ്യൻ സൃഷ്ടിയാണ്. ആ നിയമങ്ങൾ അവനിലെത്താൻ അപ്പോൾ മാധ്യമങ്ങൾ വേണം. ആ മാധ്യമമാണ് അള്ളാഹുവിന്റെ മലായികത്ത് എന്ന് പറയുന്നത്. മലക്കുകൾ വഴി ആ നിയമത്തെ അള്ളാഹു മനുഷ്യരിലേക്ക് എത്തിച്ചു. ആ നിയമങ്ങളാകട്ടെ ഇവിടെ പ്രാവർത്തികമായി കാണിക്കാൻ വേണ്ടി വളരെ സെലക്ടഡ് മെമ്പേഴ്സായ, വളരെ സെലക്ടഡ് ആയ ബഹുമാനപ്പെട്ട അൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം എന്ന സമൂഹത്തെയും അള്ളാഹു തിരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രവാചകന്മാർ വഴി പ്രവാചകന്മാരിലേക്ക്, പ്രവാചകരും മനുഷ്യരാണ്, അവരും മനുഷ്യരാണ്. ദൈവിക സന്നിധിയിൽ നിന്ന് പ്രവാചകന്മാരിലേക്ക് സന്ദേശം ലഭിക്കേണ്ടതുണ്ട്. ആ സന്ദേശം ആ മനുഷ്യന്റെ കഴിവ് ഉപയോഗപ്പെടുത്താനുള്ള മാർഗമാണ്. ആ കഴിവ് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ആ നിയമങ്ങൾ ആരൊക്കെ സ്വീകരിച്ചോ അവർക്ക് ആ കഴിവുകൾക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോൾ ഈ ഐഹിക ലോകം സുഖകരമായി തീരുകയും പാരത്രിക ലോകത്ത് അവർക്ക്
സമുന്നതമായ നേട്ടങ്ങൾ അള്ളാഹു നൽകുകയും ചെയ്യും. ഇവിടെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ഇസ്ലാമിക സംഹിതയിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ഈ വിധേയമായ ഇസ്ലാമിയത്തിന് അള്ളാഹു തആല പ്രതിഫലം നൽകുകയില്ല. അവയുടെ നിലനിൽപ്പാണ് അതിന്റെ പ്രതിഫലം. ഒരു നാൾ അവ നശിക്കുകയും ചെയ്യും. എന്നാൽ വിധേയത്വമല്ലാത്ത ഐച്ഛികമായ ഇസ്ലാമിയത്തിന് അള്ളാഹു പ്രതിഫലം നൽകും. അതിനാണ് സ്വർഗം എന്ന് പറയുന്നത്. അത് അള്ളാഹു തആലക്ക് വഴിപ്പെടാതിരുന്നാൽ അള്ളാഹു ശിക്ഷ നൽകും. അതിനാണ് നരകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാം കാണുന്ന ജീവികളിൽ സ്വർഗത്തിലും നരകത്തിലും എത്തിച്ചേരുന്നത് മനുഷ്യൻ മാത്രമാണ്, മറ്റു ജീവികളൊന്നും എത്തിച്ചേരുന്നില്ല. എന്തുകൊണ്ട്? ഐച്ഛികമായ ഒരു ഇസ്ലാമിയത്ത് അവർക്കൊന്നും ഇല്ല. ഇതൊക്കെ വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് ഞാൻ പറയുന്നത്. വളരെ ഗൗരവമായി നിങ്ങളിത് ചിന്തിക്കണം. ആ ഇസ്ലാമിയത്തിന്റെ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ, ഇതൊരു മൈക്കാണല്ലോ. ഈ മൈക്ക് സെറ്റ് ഈ കമ്പനി പുറത്തിറക്കുമ്പോൾ ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഈ മൈക്ക് സെറ്റ്. ഈ മൈക്ക് സെറ്റിനെ അത് കൊണ്ടുവരുന്ന കാലത്ത് ഇതിന്റെ പെട്ടിക്കുള്ളിൽ ഒരു കാറ്റലോഗ് ഉണ്ടാവാറുണ്ട്. ആ കാറ്റലോഗ് അനുസരിച്ച് പ്രവർത്തിച്ചാല് ഈ വളരെ വിലപിടിപ്പുള്ള ഈ സാധനത്തെ അതിന്റെ സാമൂഹിക നന്മക്കും പരമാവധി ലാസ്റ്റ് ചെയ്തുകൊണ്ടും ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയേണ്ടത് ഈ പ്രൊഡക്റ്റ് പുറത്തിറക്കിയിട്ടുള്ള കമ്പനിയാണ്. മനുഷ്യൻ എന്ന ഈ പ്രൊഡക്റ്റിനെ പുറത്തിറക്കിയിട്ടുള്ള ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ കാറ്റലോഗാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. ഒരു സുഗമമായ വ്യാഖ്യാനം അത്രയേ ഉള്ളൂ. ഈ ക്ലാസ്സിനൊരു കാറ്റലോഗിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ല. ഇതങ്ങനെയല്ല, ഇത് വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. ഇതെങ്ങാനും അതിന്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ സമൂഹത്തിന് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. an example ഇസ്ലാമിയത്തിന് പകരമായ ഒരു ഉദാഹരണം പറയുക സാധ്യമല്ല, അത്രയും അനർഘമാണത്. എങ്കിലും ഞാൻ സാന്ദർഭികമായി കേവലമുള്ള ഒരു ഉദാഹരണത്തെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. മനുഷ്യൻ എന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സൃഷ്ടി, പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന അനർഘനായ ഈ സൃഷ്ടി, ഇവൻ അനർഘൻ തന്നെയാണ്. ഇവൻ സമുന്നതനാണ്. 10,000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവിയുടെ അതേ നിലവാരമാണ് ഇന്ന് ജീവിക്കുന്ന അതേ വർഗത്തിൽപ്പെട്ട അതേ ജീവിക്കുള്ളത്. ആദം നബിയുടെ കാലഘട്ടത്തിലെ പോത്ത് ഏത് പണിയെടുത്തോ ആ പണിയാണ് ഇന്നത്തെ പോത്തിനുമുള്ളത്. അതിന്റെ ഭക്ഷണത്തിനും അതിന്റെ കിടപ്പ് സ്ഥാനങ്ങളിലും വ്യത്യാസം ഉണ്ടായിട്ടില്ലെങ്കിൽ അതും അതിന്റെ കഴിവല്ല. കാലിത്തീറ്റ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പിണ്ണാക്കുണ്ടാക്കിയത് മനുഷ്യനാണ്. അതൊക്കെ നോക്കൂ നിങ്ങൾ. ആദം നബിയുടെ കാലഘട്ടത്തിലുള്ള ഇന്ന് കോൺക്രീറ്റ് ചെയ്ത സൗധങ്ങളിലാണ് അന്ന് മരച്ചോട്ടിൽ കടന്നിരുന്ന പോത്തിന് പകരം ഇന്ന് കോൺക്രീറ്റ് സൗധത്തിലാണ് ഇന്നത്തെ പോത്ത് കിടക്കണമെങ്കിൽ അതും പോത്തിൻ്റെതല്ല, സർഗധനനായ മനുഷ്യൻ്റേത് കൊണ്ടാണ്. എന്നാൽ ആദം നബിയുടെ കാലഘട്ടത്തിൽ അഥവാ പൗരാണിക സമൂഹം 10,000-കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ചിരുന്ന ജീവികൾ, ആനയാകട്ടെ മറ്റേത് ജീവിയാകട്ടെ, അതേ നിലവാരത്തിലാണ് ഇന്നും ജീവിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഇവിടെ ഇരുന്ന് ടെക്സാസിലെ നാസ യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന് മനുഷ്യന്റെ കയ്യിൽ റിമോട്ട് കൺട്രോളാണ്. അതടിക്കുമ്പോൾ ലക്ഷക്കണക്കായ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് ചൊവ്വാഗ്രഹത്തിലെ സ്പിരിറ്റ് എന്ന പേടകത്തിന്റെ കുപ്പായം അഴിക്കുകയും കുപ്പായം മാറ്റുകയും കുപ്പായം അതിന്റെ ചക്രങ്ങൾക്ക് തടവായാൽ അതവൻ മാറ്റിക്കൊടുക്കുകയും ചെയ്യും. അനവധി കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ആ പേടകത്തെ തന്റെ വിരൽ തുമ്പ് കൊണ്ട് നിയന്ത്രിക്കാൻ മനുഷ്യർക്ക് കഴിവാകുന്നു. അള്ളാഹു ഈ സർഗത്വം, ഈ മഹശക്തി, ഈ മഹത്തായ പ്രതിഭത്വം അള്ളാഹു മനുഷ്യർക്കാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സാമൂഹികമായ നന്മക്കും ഇനിയുള്ള ജീവിതത്തിലെ സുഗമമായ യാത്രക്കും അതെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് പറയേണ്ടത് അള്ളാഹുവിന്റെ ഒരു നിലക്കുള്ള ബാധ്യതയാണ്. ഒരു കമ്പനിയാണല്ലോ ആ കമ്പനിയുടെ കാറ്റലോഗ് ഇറക്കാത്തത്. കാറ്റലോഗ് ഇറക്കാതെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാൽ കമ്പനി ആക്ഷേപിക്കപ്പെടുക സ്വാഭാവികമാണല്ലോ. എന്നതുപോലെയാണ് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം മനുഷ്യർ എങ്ങനെ അവന്റെ കഴിവുകളെ വിനിയോഗിക്കണം എന്നതിനുള്ള അള്ളാഹുവിന്റെ നിയമാവലികളാണ്. ആ നിയമങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കാൻ അള്ളാഹു മലായിക്കത്തിനെ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അതിവിടെ പ്രാവർത്തികമാക്കാനാവട്ടെ അള്ളാഹു തആല അതതു കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ ഏർപ്പെടുത്തി. ഇത് നേരത്തെ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇറങ്ങുമ്പോൾ അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. قلنا اهبطا منها جميعا بعضكم لبعض عدو
فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. സൂറത്ത് ത്വാഹയുടെ 123 മുതൽ 126 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ നിന്ന് മാർഗദർശനം വരുമ്പോൾ മാത്രമേ നിങ്ങൾ അത് സ്വീകരിക്കേണ്ടതുള്ളൂ. മാർഗദർശനം വന്നു കഴിഞ്ഞാൽ അഥവാ നിങ്ങളുടെ കഴിവുകൾക്ക് മാർഗം കാണിക്കേണ്ടതും ഞാനാണ്. ആ മാർഗദർശനത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ അവന് പിഴക്കുകയോ അവൻ ദോഷിയായി തീരുകയോ ഇല്ല. എന്റെ സന്ദേശത്തെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു പോകുമ്പോഴേ അവന് വിഷമകരമായ ജീവിതം ഉണ്ടാകും. ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും അവന് വിഷമകരമായ ജീവിതം ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹയുടെ 123 മുതൽ 126 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവാചകന്മാർ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ കമ്മിയായ കാലഘട്ടങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. ആ പ്രവാചക പരമ്പര മടങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, യാത്രകൾ, ഇതൊക്കെ കമ്മിയായ ഒരു സമൂഹത്തിൽ ഗ്രാമങ്ങളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമുദായത്തിലും ഞാൻ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അൻയഅബ്ദുല്ലാഹ വജ്തനിബുത് താവൂത്ത് ഫമിൻഹും മൻ ഹദല്ലാഹ് വമിൻഹും മൻ ഹഖത്ത് അലൈഹിമുൽ ളലാല. സൂറത്തുൻ നഹലിന്റെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മാർഗദർശനം നൽകേണ്ടത് അല്ലാഹുവാണ്. ഈ മാർഗദർശനവും കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളിലും ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിരുന്നു. അതാണ് ആ പ്രവാചകന്മാരെ ഞാൻ നിയോഗിച്ച് അതാതു കാലഘട്ടങ്ങളിൽ ആ പ്രവാചകന്മാർ ഈ ഭൂമിക്ക് നൽകിയ വെളിച്ചത്തിനാണ് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം മുഹമ്മദ് നബിയുടെ മതം അല്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ആദ്യത്തെ പ്രചാരകൻ സയ്യിദുന ആദം, ആദ്യത്തെ മനുഷ്യനാണ്. രണ്ടാമത്തെ മനുഷ്യനാണ് ഇസ്ലാം മതം ലഭിച്ചു എങ്കിൽ എന്ന് വന്നാൽ ഒന്നാമത്തെ മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം നിരുത്തരവാദിയായി എന്ന് പറയേണ്ടി വരും. കാരണം ഒന്നാമത്തെ മനുഷ്യനും വേണമല്ലോ മാർഗദർശനം, കഴിവ്, അയാളോട് യോജിച്ച കഴിവ് അയാൾക്കുമുണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യന് തന്നെ മാർഗദർശനം ആവശ്യമായി വന്നു. നിങ്ങൾ ആലോചിക്കണം, ഒന്നാമത്തെ മനുഷ്യൻ തന്നെ പ്രവാചകനായത്, ഒന്നാമത്തെ മനുഷ്യൻ പോലും ദൈവികമായ സന്ദേശത്തിൽ നിന്ന് മാറരുത്, അയാൾക്ക് പോലും ആ സന്ദേശം ലഭിക്കണം എന്ന അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ അതാണ് ദീനുൽ ഇസ്ലാം. എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ദൈവികമായ സന്ദേശത്തിന്റെ സത്തയാണ്, ദൈവികമായ സന്ദേശമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അത് മുഹമ്മദ് നബിയുടെ മതം അല്ല. ആരെങ്കിലും അത് മുഹമ്മദ് നബിയുടേത് മാത്രമായ ഒരു മതമാണെന്ന് ഒരു മുസ്ലിം നാമധാരി വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്, അവൻ സത്യനിഷേധിയാണ്, അവൻ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുകയും ഇല്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ മതമല്ല. സൂറത്ത് ആലി ഇംറാന്റെ 85-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ന് മാത്രമല്ല, മുസ്ലിംകൾ എന്ന നാമവും മുഹമ്മദിയരുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സംബന്ധിച്ചതല്ലല്ലോ. വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം വസമ്മാകുമുൽ മുസ്ലിമൂന മിൻ ഖബ്ൽ വഫീ ഹാദാ. അങ്ങനെ പറ, വസമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ൽ വഫീ ഹാദാ വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ സമർപ്പണം ചെയ്യണം.
ആ സമർപ്പണത്തിന് വേണ്ടിയാണ് മനുഷ്യരായ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സത്യമതത്തിന്റെ അനുയായികളായ നിങ്ങളെ വിശേഷിച്ചും തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ലോകത്തോട് പറഞ്ഞത് ആമന്നാ ബില്ലാഹി വശ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. അപ്പോസ്തലൻസ് ഖാലൽ ഹവാരിയൂൻ فلما أحس عيسى منهم الكفر قال من أنصاري إلى الله. എന്റെ കൂടെ പോരാൻ ആരുണ്ട്, എന്റെ മാർഗത്തിൽ ദൈവീകമായ സഹായത്തിന് വേണ്ടി സമർപ്പിക്കാൻ ആരുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ ആ ജനതയോട് ചോദിച്ചപ്പോൾ ഖാലൽ ഹവാരിയൂൻ, അപ്പോസ്തലൻസ് പറഞ്ഞത് ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാകും എന്നല്ല. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് ആമന്നാ ബില്ലാഹി വശ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. ഒരു മതഗ്രന്ഥം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സാഹിത്യമാണ്. ഒരു സാഹിത്യം ചർച്ച ചെയ്യണമെങ്കിൽ ഒരു സൊസൈറ്റിക്ക് സാഹിത്യ ബോധം പിറവിയെടുക്കണം. സാഹിത്യ ബോധം പിറവിയെടുത്ത സമൂഹത്തിലേക്കാണ് മുഹമ്മദ് നബി. സർവ്വലോകത്തിന്റെയും സ്വഭാവം അങ്ങനെയായിരുന്നു. ഇന്ന് ആ ബോധം കൂടി എന്നല്ലാതെ കുറയണില്ല. എന്റെ ചെറുപ്പത്തിൽ മലയാളത്തിൽ 1-2 പത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഓരോ പാർട്ടിക്കും ഈ 2 പത്രങ്ങളുണ്ട് എന്ന് വീതം ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പത്രമില്ല എങ്കിൽ പത്രം ഉണ്ടാക്കാതിരിക്കാനുള്ള എന്തോ ഒരു കാര്യം കൊണ്ടല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചക്രം അവരെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെ സാഹിത്യ ചോദന അധികരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത്. അഥവാ വർത്തമാന കാലഘട്ടത്തിലേക്ക്, എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള പ്രവാചകനായിട്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നൽകിയത്. കാരണം ആ സന്ദേശം കാലഹരണപ്പെടാൻ പാടില്ല എന്നേ ഉള്ളൂ. അതാണ് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. കാലഹരണപ്പെടാത്ത ഒരു വേദഗ്രന്ഥമായിട്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ടുള്ളത്. മുഹമ്മദ് നബിക്ക് ശേഷം വളരെ താമസിയാതെ എന്ന് പറയുമ്പോൾ കോടാനകോടി കൊല്ലങ്ങൾ നിലനിന്ന ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം 1000-ഓ 10,000-ഓ കൊല്ലമൊന്നും അത്ര വലിയ ഒരു കാലഘട്ടമല്ല. മുഹമ്മദ് നബിയുടെ പേര് തന്നെ അനൽ ഹാഷിറു, ഞാൻ മഹ്ശറയിലേക്ക് വിളിക്കാൻ വന്നവനാണ് എന്നാണ്. ഇനി ഒരു പ്രബോധനത്തിന്റെ ആവശ്യമില്ല. ഈ പ്രബോധനത്തിന്റെ ശോണിമ കെട്ടടങ്ങുന്നതിന് മുമ്പ് ഈ ഭൂമിയിലെ വെളിച്ചം അല്ലാഹു കെടുത്തിക്കളയും എന്ന് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അല്ലാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ മതത്തെ പൂർത്തിയാക്കി തന്നു എന്ന്. അപ്പോൾ ഇതിന്റെ വ്യാഖ്യാനം ഒരിടത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി സ്വഹീഹുൽ ബുഖാരി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞു, പ്രവാചകന്മാർ മുഴുവനും, ഞാനും പ്രവാചകന്മാരും ഒരു സൗധത്തിന്റെ ഇഷ്ടികകളെ പോലെയാണ്. അവരിങ്ങനെ ഇഷ്ടികകൾ വെച്ച് പടുത്തുയർത്തി കാലഘട്ടത്തിൽ കടന്നുപോയി. ഞാനതിന്റെ അവസാനത്തെ മകുടം ഭംഗിയാക്കാൻ വേണ്ടി വന്നവനായിരിക്കുന്നു. ഞാനാണ് ആ ഭാഗത്തിലെ അവസാനത്തെ കണ്ണി. എനിക്കു ശേഷം എനിക്ക് പകരമായ മറ്റൊരു പ്രവാചകന്റെ അനിവാര്യ ഇല്ല. ഈ വേദഗ്രന്ഥം ഏറ്റുപിടിക്കുന്ന പണ്ഡിതന്മാർ ഇസ്രായേലി കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ പോലെ എന്റെ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചറാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.